എന്താ ഡോക്ടറെ അന്നേരം ഉണ്ടായത്? എന്താ കേട്ടത്? ഞാൻ അപ്പുറത്ത് 3-ാം വാർഡിൽ ഡ്യൂട്ടിയിലായിരുന്നു. ശബ്ദം കേട്ട് ഓടി വന്നതാണ്. ഞാൻ വന്നപ്പോഴത്തേക്ക് ബിൽഡിംഗ് താഴെ പതിച്ചിരിക്കുന്നതാണ് കണ്ടത്. ആൾക്കാരെ ഉണ്ടായിരുന്നില്ല, കാഷ്വാലിറ്റിയോട്ട് മാറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടോയെന്നറിയില്ല. അപ്പം റെസ്ക്യൂ എഫേർട്സ് തീരുന്നവരെ ഞങ്ങൾ കുറച്ച് പേര് ഇവിടെയൊക്കെ തന്നെ കാണും. വലിയ ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഭയങ്കര ശബ്ദമായിരുന്നു. ഈ വാർഡിലുള്ള ഞങ്ങളുടെ സ്റ്റാഫൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് വരണ്ടു. ഞാൻ ഈ അപ്പുറത്തെ ബിൽഡിങ്ങിന് അങ്ങേ അറ്റത്താണ്. അവിടം വരെ കേൾക്കായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ വലിപ്പം മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. ഇവിടെ ഒഴിപ്പിച്ച വാർഡ് തന്നെയാണല്ലേ നിങ്ങൾക്ക്? വാർഡ് ഒഴിപ്പിച്ചിട്ടില്ല, വാർഡിൽ ആളുണ്ട്. പക്ഷേ ബാത്റൂംസ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അവിടെ മുകളിൽ 10-ലെ ബാത്റൂമിലെല്ലാം കയറിയാലേ ഉള്ളൂ. 11-ൻ്റെയും 14-ൻ്റെയും ബാത്റൂംസ് അടച്ചിട്ടേക്കാണ്. അതിനുള്ളിൽ വാർഡ് ഭാഗത്ത് ആള് പക്ഷേ ഉള്ളതാ. വാർഡ്സ് ഫുള്ളാണ്. ഇതുവരെ ഞങ്ങളുടെ വാർഡ്സിൽ നിന്ന് ഷിഫ്റ്റിംഗ് നടക്കുന്നതല്ലേ ഉള്ളൂ. പുതിയ ബിൽഡിംഗ് കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ എല്ലാം ആവാതെ നമുക്ക് പേഷ്യൻസിനെ അങ്ങോട്ട് മാറ്റാൻ പറ്റില്ലല്ലോ. വാർഡ്സിൽ ആളുണ്ട്. ഇപ്പം നിലവിൽ അപകടം ഈ ബാത്റൂം ഭാഗത്ത് മാത്രമാണ്. ഈ ബാത്റൂം ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിരുന്നെങ്കിൽ ഇതുപോലല്ല. പേഷ്യൻസ് ഒത്തിരി ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇത് ഓർത്തോ പേഷ്യൻസ് ആണോ ഈ വാർഡിലുള്ളത്? കൂടെ ഇത് സർജിക്കൽ ബ്ലോക്ക് ആണ്. അപ്പം ഓർത്തോയും സർജറിയും ഉള്ള പേഷ്യൻസ് ആണ്. പ്രീ ഓപ്പും പോസ്റ്റ് ഓപ്പും കിടപ്പുണ്ട്. നിലവിൽ പരിക്ക് പറ്റിയവരുടെ സ്ഥിതി എന്തെങ്കിലും അറിയോ? ഇതാണ് ഡോക്ടർ പറഞ്ഞ കാര്യം. ആരോഗ്യമന്ത്രി പറഞ്ഞതിന് നേരെ വിപരീതമായ കാര്യമാണ് ഡോക്ടർ പറഞ്ഞത്. ശ്രീ പണിക്കർ, എല്ലാം വ്യക്തമാണല്ലോ. അവിടെ വാർഡ് തന്നെ ഉണ്ടായിരുന്നു, അവിടെ രോഗികൾ ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന്, വലിയ ഭാഗ്യത്തിനാണ് ബാക്കി ഭാഗം ഇടിഞ്ഞു വീഴാതിരുന്നത്. മഞ്ജുഷ്, ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കേവലം ഒരു ലളിതമായ കള്ളം എന്നല്ല, പെരും നുണയായിരുന്നു ഇതുവരെ മന്ത്രിമാർ രണ്ടുപേരും പറഞ്ഞിരുന്നത് എന്നാണ്. ഇപ്പോൾ ഈ വീണ ജോർജ് സ്വയം ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പറയുന്നത് കേട്ടില്ലേ? ഉദ്യോഗസ്ഥരെ പറയുന്നത് തത്സമയം കേട്ടതിന് ശേഷം പറയുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ അത് കണ്ടതാണ്, നിങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ അത് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഈ ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അക്കാര്യം അതുപോലെ മാധ്യമങ്ങളോട് റിലേ ചെയ്യുക എന്നതാണ് പണിയെങ്കിൽ വീണ ജോർജിന് പകരം ഒരു തത്തയെ പിടിച്ച് ആരോഗ്യമന്ത്രിയാക്കിയാൽ മതി. കാരണം മറ്റുള്ള ആൾക്കാർ പറയുന്നത് കേട്ട് ഇതേപോലെ ഇങ്ങോട്ടങ്ങ് പാടിയാൽ മതിയല്ലോ. അപ്പോൾ അതല്ല ഉത്തരവാദിത്തം. ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്തം എന്താണ് എന്നതിനെക്കുറിച്ച് വീണ ജോർജിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടാകണം. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിനേക്കാൾ ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ലേ? സർജറി നടന്നതിന് ശേഷം പേഷ്യന്റ് ICUവിൽ വിശ്രമിക്കുന്ന സമയത്ത് മാനഭംഗപ്പെടുന്ന കേസ് ഇവിടെ മെഡിക്കൽ കോളേജിൽ നമ്മൾ കണ്ടതല്ലേ? എന്നിട്ട് എന്താ നടപടി ഉണ്ടായിരിക്കുന്നത്? ആരാ അവരോടൊപ്പം നിന്നിരിക്കുന്നത്? അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല, നിരവധി തവണ ഇതേപോലെ ഉണ്ടാകുന്ന സമയത്തെല്ലാം അന്വേഷണം ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനവും ആൾക്കാരോട്, ഉദ്യോഗസ്ഥരോട്, ഡോക്ടർമാരോട് ചോദിച്ചതിന് ശേഷം അവർ പറയുന്ന കാര്യങ്ങൾ ഒരു തത്തമ്മ കണക്ക് പാടുകയും ചെയ്യുക എന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയുടെ ജോലി എന്നാണ് വീണ ജോർജ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. മുമ്പ് CPM-ൽ നിന്ന് തന്നെ എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ആരോഗ്യമന്ത്രിമാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പല ആൾക്കാരും താങ്കളിലേക്ക് വരാം. സംസ്ഥാനമെമ്പാടും ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ശക്തമാവുകയാണ്. ന്യായമായ ഒരു ആവശ്യമാണ് വിവിധ സംഘടനകൾ ഉന്നയിക്കുന്നത്. ആരോഗ്യമന്ത്രി ഇന്ന് വലിയൊരു കള്ളം പറഞ്ഞു, അത് ഒരു ജീവൻ നഷ്ടപ്പെടുവാനും ഇടയായി. ആരോഗ്യമന്ത്രി ഒരു നിമിഷം പോലും പദവിയിൽ തുടരരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുകയാണ്. ഇപ്പോൾ BJP-യുടെ പ്രതിഷേധം കോഴിക്കോട് നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. അതേ സമയത്ത് തന്നെ കോട്ടയത്ത് ശക്തമായ പ്രതിഷേധത്തിലാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ. അവർ തെരുവിലാണ്. ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ വാർഡ് തകർന്നു വീണ് കോട്ടയം തലയോലിപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ മരണം അത് ഞെട്ടിക്കുന്നതാണ്. മകൾക്ക് കൂട്ടിരിക്കാൻ വന്നതാണ് ബിന്ദു. ആ യുവതിയാണ് മരിച്ചിരിക്കുന്നത്. അത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്, ഞെട്ടിക്കുന്ന സംഭവമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉപേക്ഷിച്ചു എന്ന് പറയപ്പെടുന്ന കെട്ടിടത്തിലായിരുന്നു വാർഡ് പ്രവർത്തിച്ചു വന്നത് എന്നത് അതീവ ഗുരുതരമായ കാര്യമാണ്. എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് ഈ അപകടം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ മന്ത്രിമാരായ VN വാസവനും ആരോഗ്യമന്ത്രി വീണ ജോർജും വന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇത് രക്ഷാപ്രവർത്തനം വൈകുവാൻ ഇടയാക്കി. 2 മണിക്കൂറിലധികം സമയം കഴിഞ്ഞാണ് JCB അവിടെ എത്തിച്ച് അവശിഷ്ടങ്ങൾ മാറ്റാൻ കഴിഞ്ഞത്. പക്ഷേ അപ്പോഴേക്കും ബിന്ദുവിന്റെ ജീവൻ നഷ്ടമായിരുന്നു. വലിയ വിലയാണ് നൽകേണ്ടി വന്നത്. ആരോഗ്യമന്ത്രി രാജിവെക്കണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുകയാണ്. ശ്രീ പണിക്കർ, താങ്കൾക്ക് തുടരാം. ഇതിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട്. അത് നേരത്തെ ഇവിടെ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ അഹമ്മദാബാദിലെ എയർ ആക്സിഡന്റിനെ തുടർന്ന് കേന്ദ്രമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നത് പോലെ അല്ല. കാരണം അത് ഒരുപക്ഷെ ഒരു പൈലറ്റ് എറർ ആയിരിക്കാം, അല്ലെങ്കിൽ സാങ്കേതികമായിട്ടുള്ള ഒരു പിഴവായിരിക്കാം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നോക്കൂ, ഇതിനോടകം തന്നെ വന്നിരിക്കുന്നതെല്ലാം കള്ളങ്ങളാണ്.
ഒന്ന്, അവിടുത്തെ സൂപ്രണ്ട് തന്നെ ഇന്ന് ക്യാമറയുടെ മുന്നിൽ പറയുന്നുണ്ടായിരുന്നു ആ ബിൽഡിങ്ങിന് ബലക്ഷയമുണ്ട് എന്ന്. രണ്ട്, മന്ത്രി തന്നെ കൺഫേം ചെയ്യുകയാണ് ആ ബിൽഡിങ്ങിന് പ്രശ്നമുള്ളത് കൊണ്ട് പുതിയ ബിൽഡിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട് എന്ന് പറയുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിന് പ്രശ്നമുണ്ട് എന്നുള്ളത് കൺഫേംഡ് ഫാക്റ്റാണ്. എന്നിട്ടും ഇത്രയും ആൾക്കാരുടെ ജീവൻ റിസ്ക് ചെയ്യുന്ന രീതിയിലത്തേക്ക് എന്തുകൊണ്ട് അവിടെ വാർഡ് റൺ ചെയ്തു? ഇപ്പൊ ആ ഡോക്ടർ പറഞ്ഞത് എന്താണ് ന്യൂസ് 18നോട്? അവിടെ വാർഡ് റൺ ചെയ്യുന്നുണ്ട് എന്നാണ്. ആൾക്കാരുടെ ഭാഗ്യം കൊണ്ട് ഒരുപക്ഷെ അതിൽ പൊളിഞ്ഞു പോയപ്പോൾ വാർഡല്ല പൊളിഞ്ഞിരിക്കുന്നത്, മറിച്ച് ടോയ്ലറ്റിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ആൾനാശം ഒന്നിൽ നിന്നിരിക്കുന്നതും സാരമായ പരിക്കില്ലാതെ മറ്റുള്ള ആൾക്കാർ രക്ഷപ്പെട്ടിരിക്കുന്നത്. നേരെ മറിച്ച് ഇത് വാർഡിന്റെ ഭാഗമായിരുന്നു പൊളിഞ്ഞു വീണിരുന്നതെങ്കിലോ? അപ്പൊ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് കൂടുതൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുമായിരുന്നു. അപ്പൊ ഇതൊരു ടെക്നിക്കൽ എറർ അല്ല, മറിച്ച് ഈ ബിൽഡിങ്ങിന് പ്രശ്നമുണ്ട് എന്ന് കണ്ടുകൊണ്ട് അതിനെ വീണ്ടും തുടർന്ന് പ്രവർത്തിക്കാനായിട്ട് അനുവദിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതിന് നല്ലൊരു അതിന് മന്ത്രി എന്ത് ചെയ്യാനാണെന്നാണ് റജി ലൂക്കോസ് ചോദിക്കുന്നത്. മന്ത്രി ഉത്തരവ് കൊടുത്തല്ലോ, ഇപ്പോൾ അവലോകന യോഗം ചേർന്നിരുന്നു, അന്നേരവും ഈ നിർദ്ദേശം കൊടുത്തിരുന്നുവല്ലോ, അതുകൊണ്ട് മന്ത്രി എന്ത് ചെയ്യണമെന്നാണ്? അല്ല, നിർദ്ദേശം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല. ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു അധ്യാപകൻ നിങ്ങളോട് പോയി ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞാൽ അയാളുടെ ഉത്തരവാദിത്വം തീർന്നില്ല. കുട്ടി ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ, അത് ശരിയാണോ എന്ന് കൃത്യമായിട്ട് ഒരു ദിവസം വെച്ചിട്ട് പരിശോധിക്കുന്നിടത്താണ് ഒരു അധ്യാപകൻ മികച്ച അധ്യാപകനായി മാറുന്നത്. അതേപോലെ നിർദ്ദേശം കൊടുക്കുന്നതിന് ആർക്കും പറ്റും, എനിക്ക് പറ്റും, ശ്രീ റജു ലോക്കോസിന് പറ്റും, ശ്രീ ഹരിദാസിന് പറ്റും. പക്ഷെ അതല്ലല്ലോ, നിങ്ങളുടെ കാര്യക്ഷമത തെളിയിക്കുന്ന എവിടെയാണ്? നിങ്ങൾ ഈ നിർദ്ദേശങ്ങൾ പറഞ്ഞിരിക്കുന്നതിനെ നടപ്പാക്കുന്നുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ ഉണ്ടാവുക, പരിശോധനകൾ ഉണ്ടാവുക, അതിനുവേണ്ടുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. അതല്ലാതെ ആരോഗ്യ വകുപ്പ് എന്ന് പറയുമ്പോൾ കേവലം ഡോക്ടർമാരും നഴ്സുമാരും മാത്രമല്ല, ഉദ്യോഗസ്ഥരുണ്ട്. ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുകയാണ്? ഓരോ ജില്ലയിലും ആരോഗ്യ വകുപ്പിന് ചുമതലപ്പെട്ടിരിക്കുന്ന ആൾക്കാരില്ലേ? അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളിൽ തന്നെയല്ലേ? അതിൽ മെഡിക്കൽ കോളേജ് സന്ദേശങ്ങൾ വരുന്നുണ്ട്. അതിൽ ചോദിക്കുന്നത് ഇപ്പോൾ ന്യൂസ് 18നോട് തുറന്നു പറഞ്ഞ ആ ഡോക്ടർ നടപടി നേരിടേണ്ടി വരുമോ എന്നുള്ളതാണ്. കാരണം ജനങ്ങൾക്കറിയാം, നേരത്തെ ഹാരിസിനെതിരെ CPM-ഉം മന്ത്രിമാരും ഇറങ്ങി പുറപ്പെട്ടത്, വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ഡോക്ടർക്ക് നേരെ നടപടി ഉണ്ടാകുമോ എന്നാണ് ഇനി സംശയിക്കേണ്ടത്. മഞ്ജുഷ്, അത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്തെന്നറിയോ? ഇന്ന് മന്ത്രി ശ്രീ VN വാസവൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന നോക്കുക. ഇവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നതല്ല, എന്നിട്ടും ആൾക്കാർ അവിടേക്ക് കടന്നു കയറിയതായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ കുറ്റം ചാർത്താനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാരെയാണ്. അവിടെ കടന്നു കയറിയിരിക്കുന്ന ആൾക്കാർ പ്രവേശനമില്ലാതെ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് അനുമതിയില്ലാതെ അവരവിടെ കടന്നു കയറിയിരിക്കുന്നതായിരിക്കും. ഇല്ലീഗലായിട്ട് എൻട്രി ചെയ്യുന്ന അവിടെ വാർഡ് പ്രവർത്തിക്കുന്നുണ്ട്, ഡോക്ടർമാർ തന്നെ സ്ഥിരീകരിക്കുകയാണ്. എന്നിട്ടാണ് മന്ത്രി VN വാസവൻ ഇങ്ങനെ വികലമായ പ്രസ്താവനകൾ നടത്തുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ആരെങ്കിലും പറയുന്നത് കേട്ടതിന് ശേഷം, അത് സൂപ്രണ്ട് ആയിക്കോട്ടെ മറ്റാരെങ്കിലും ആയിക്കോട്ടെ, ആരെങ്കിലും പറയുന്നത് കേട്ടതിന് ശേഷം അത് റിലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് തത്തമ്മ മതിയെന്നേ. വീണ ജോർജ് വേണ്ട, VN വാസവൻ വേണ്ട, രണ്ട് തത്തയും കൊണ്ട് കാര്യം കഴിയും. അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. എവിടെയാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ പ്രദർശിപ്പിക്കേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കണം. അതല്ലാതെ നമ്മൾ ഈ PR-ന് കാണുന്നത് പോലെ എവിടെയെങ്കിലും സർക്കാർ തന്നെ പണം കൊടുക്കാതെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് സാധനങ്ങൾ വാങ്ങി വെക്കാൻ കഴിയാതിരിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് ഒരു സൂപ്രണ്ടിനെ വിളിച്ച് ചോദ്യം ചെയ്യുന്ന പോലെ അല്ലിത്. അത് PR-ആണ്. ഇവിടെ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാകണം. നിങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് അത് നടപ്പാക്കിയില്ല? ഇവിടെ വാർഡ് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ? ഈ കാര്യങ്ങളെ പറ്റി മന്ത്രിക്ക് എന്താ അറിവില്ലാത്തത്? ആരെങ്കിലും മാത്രമല്ല, സ്ഥിരമായിട്ട് അവലോകന യോഗങ്ങൾ ചേരാറുള്ളതാണല്ലോ, സ്ഥിരമായിട്ട് അവലോകന യോഗങ്ങൾ ചേരാറുള്ളതാണ്. അല്ല, ഇതേ അവലോകന യോഗം നമ്മൾ അവിടെയും കണ്ടു. എവിടെയാ? മറ്റേ നാഷണൽ ഹൈവേയുടെ പാത പൊളിഞ്ഞു പോയടത്ത് അവിടെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കീഴിൽ ദിവസേന അവലോകന യോഗം നടക്കുന്നുണ്ടെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. ഈ അവലോകന യോഗങ്ങളെല്ലാം നടക്കുന്നത് ഇതേപോലെയാണ്. നോക്കൂ, ഇതില് ബ്ലെയിം ചാർത്താനായിട്ട് ശ്രമിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെയാണ്. പക്ഷെ ആ ആൾക്കാരെ ആരും വിലക്കിയിട്ടില്ല. അപ്പൊ എത്ര അധമ